ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആദരണീയരായ ഗുരുക്കന്മാർക്കും ആത്മസഹോദരങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്തേ. ഈ മഹനീയ കൂട്ടായ്മയിൽ വർഷം തോറും കർക്കിടകം 1 മുതൽ കന്നി 5 വരെ നടത്തി വരാറുള്ള ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിന് ജൂലൈ 16 തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നതിൻ്റെ 23-ാം ദിവസമാണ്. ഈ പൂജാ സമർപ്പണത്തിൽ ഒരു പങ്കാളിയാകാൻ ഗുരുദേവ അനുഗ്രഹത്താൽ സാധിച്ചത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇന്നെനിക്ക് വിശകലനം ചെയ്യാൻ ഗുരുകൃപയാൽ കിട്ടിയിരിക്കുന്ന വിഷയം ആത്മോപദേശ ശതകത്തിലെ 23-ാം ശ്ലോകമാണ്. സത്യസ്വരൂപനായ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മത്തമ്പുരാട്ടി ശാരദാദേവിയുടെയും തൃപാദകമലങ്ങളിൽ ഭക്തി ആദരപൂർവം പ്രണാമം അർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ശാസ്ത്രയുഗത്തിൻ്റെ ഋഷിവര്യനാണ്. ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്ത ദർശനത്തെ ഗുരുദേവൻ പുനഃപ്രവചനം നടത്തിയ വിശ്വമാനവിക അദ്വൈത ദർശനം വരും നൂറ്റാണ്ടുകളുടെ ദർശനമാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ ഭാവി ലോകത്തിൻ്റെ പ്രവാചകനായും വിശ്വഗുരുവായും വാഴ്ത്തുന്നത്. ജാതിയെ ഉച്ചാടനം ചെയ്യുക എന്നതായിരുന്നു ഗുരുദേവൻ്റെ അവതാര ലക്ഷ്യം. ഭാരതീയ സംസ്കൃതി തമസ്കരിക്കപ്പെട്ട ഒരു കാലഘട്ടം. അതിൻ്റെ വികാസ പരിണാമങ്ങളെല്ലാം ഭഗവാന്റെ അറിവിൻ്റെ പ്രകാശത്താൽ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുകയായിരുന്നു. അത് ഓരോ കേരളീയൻ്റെയും ജീവിത അവബോധത്തെയും ചിന്തയെയും ഉഴുതു മറിക്കുകയാണ് ഉണ്ടായത്. ആ ദർശന ഗരിമ വിശ്വമാനവികതയ്ക്കുമപ്പുറം സാർവജനീനമായൊരു സംസ്കൃതിയെ മഹാഗുരു പുനഃസ്ഥാപിക്കുകയായിരുന്നു. 1888 ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്നും കൊളുത്തിയ ആത്മീയതയുടെ പ്രകാശവും അവിടെ കുറിച്ചുവെച്ച വിശ്വമാനവിക സൂക്തവും അറിവിൻ്റെ വെളിച്ചമായി പ്രസരിച്ചപ്പോൾ ആധുനിക യുഗത്തിൻ്റെ മുഖം പ്രകാശമാനമായി മാറി. ഏത് വിദേശ രാജ്യമെടുത്തു നോക്കിയാലും മലയാളികളില്ലാത്ത രാജ്യമില്ല. ജീവിതത്തെ ഉത്തരോത്തരം മനോഹരമാക്കാനുള്ള ഉത്തമമായ പ്രവർത്തന ശൈലിയുടെ വേദപുസ്തകമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ ഇങ്ങനെ ഉപദേശിച്ചു: മനുഷ്യന് വിവേകം ഉണ്ടാകണം. വിവേകം തനിയെ വരില്ല, യത്നിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. പഞ്ചശുദ്ധി പാലിക്കണം. മത മാത്സര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കണം. ലഹരി ഉപയോഗിക്കരുത്. മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. അപ്പോൾ വിവേകം സ്വായത്തമാകും, അല്ലാതെ മാർഗമില്ല. മനസ്സിനെ വിവേകം കൊണ്ട് പാകപ്പെടുത്തുവാൻ ശീലിച്ചാൽ ദൈവാനുഭവത്തിൽ എത്തിച്ചേരാനാകുമെന്നും ദൈവാനുഭവം പ്രാപ്തമാക്കാൻ ദൈവത്തെ തന്നെയാണ് ആശ്രയിക്കേണ്ടതെന്നും ഭഗവാൻ ഉപദേശിച്ചു. അദ്വൈത നിഷേധത്തെ എതിർത്തുകൊണ്ട് നവകാല പ്രസക്തിയോടെ അദ്വൈത ബോധത്തെ സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ അചഞ്ചലമായി പ്രതിഷ്ഠിക്കുവാനുള്ള പ്രയത്നമാണ് ഗുരുദേവൻ്റെ സാഹിത്യ പ്രപഞ്ചം. വിശുദ്ധവും ഗംഭീരവുമായ ഭഗവാന്റെ രചനകൾ ഗഗനഗംഗ പോലെ വിലസുന്നു എന്നാണ് മഹാകവി കുമാരനാശാന്റെ വാക്കുകൾ. ഭഗവാന്റെ ദാർശനിക കൃതികളിൽ സൂര്യചന്ദ്രന്മാരെ പോലെ ഭാസിക്കുന്നവയാണ് ആത്മോപദേശ ശതകവും ദർശനമാലയും. മഹാഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ സമഗ്രമായ ആവിഷ്കാരമാണ് ആത്മോപദേശ ശതകം എന്ന കൃതി. മൃഗേന്ദ്രമുഖം എന്ന സംസ്കൃത വൃത്തത്തിൽ 100 ശ്ലോകങ്ങളായി ഉപനിഷത്ത് സമാനമായ രചനയാണ് ഋഷീശ്വരനും പരമാചാര്യനുമായ ഭഗവാൻ കാരുണ്യപൂർവം 1897 അരിയുപ്പുറത്ത് വെച്ച് നിർവഹിച്ചത്. ആത്മോപദേശ ശതകം എന്നാൽ ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ അടങ്ങിയ 100 ശ്ലോകങ്ങൾ എന്നാണ് അർത്ഥം.
ഞാൻ എന്നതിൻ്റെ സംസ്കൃത വാക്കാണ് ആത്മാവ്. ആത്മോപദേശത്തിലൂടെ ആത്മജ്ഞാനമാണ് കൈവരുന്നത്. ആത്മജ്ഞാനം ഞാൻ എന്നെ തന്നെ അറിയുക എന്നാണ് അർത്ഥം. അതിലൂടെ ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും രഹസ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഈ അറിവ് നമുക്ക് ശാശ്വതമായ ആനന്ദം നൽകുന്നു. അതോടുകൂടി തന്നിൽ സത്യമായിരിക്കുന്ന ആത്മസത്യം തന്നെയാണ് സകല പ്രപഞ്ച ഘടകങ്ങളിലും ഉള്ളതെന്ന ബോധ്യം ദൃഢമാകുന്നു. ഈ വെളിച്ചമാണ് അദ്വൈതാനുഭൂതി എന്ന് പറയുന്നത്. ഈ യാഥാർത്ഥ്യം കൈവരിക്കാൻ ആത്മോപദേശതകം മനനം ചെയ്ത് സ്വായത്തമാക്കണം. അതിനാൽ ആത്മോപദേശ ശതകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായും പാലിച്ചേ മതിയാവൂ. ആരാണോ അറിയുന്നവനായിരിക്കുന്നത്, എന്താണോ അറിയപ്പെടുന്നതായിട്ടിരിക്കുന്നത്, ഈ രണ്ടിലും നിറഞ്ഞിരിക്കുന്ന അറിവിലും ഏറിയ അറിവിനെ, അതായത് ആ കരുവിനെ, പരമ്പൊരുളിനെയാണ് നമുക്കറിയേണ്ടത്. അനുഭവിക്കുന്ന ഞാനുണ്ട്, അനുഭവിക്കുന്ന ലോകമുണ്ട്, അനുഭവിക്കുന്ന ഒരു അറിവുണ്ട്. ഈ മൂന്നും വിരിഞ്ഞു നിൽക്കുന്ന പൊരുളുണ്ട്, അതാണ് കരു. ആ കരുവിനെ അറിയാനുള്ള അറിവിന് വേണ്ടിയുള്ളതാണ് ബാക്കി 99 ശ്ലോകങ്ങളും. മഹാഗുരുവിൻ്റെ ജീവിതത്തിൻ്റെയും ദർശനത്തിൻ്റെയും കൃതികളുടെയും വാണികളുടെയും അഷ്ടലക്ഷ്യങ്ങളുടെയും നിറവ് അത് നമുക്ക് കരുണയോടും സ്നേഹത്തോടും മനസ്സിലാക്കി തന്ന രീതി കൊണ്ടാണ് ഭഗവാൻ എല്ലാ മനുഷ്യർക്കും പ്രിയങ്കരനായി തീർന്നിട്ടുള്ളത്. വിശന്നവശനായി വരുന്ന ഒരു മനുഷ്യന് ആഹാരം നൽകാതെ ചിലർ ആട്ടി ഓടിക്കുന്നു. അതിൻ്റെ ദുഃഖം അവരുടെ മനസ്സിനെ തന്നെ അലട്ടുന്നു. വിശന്നവശനായ ആളുടെ ശരീരഭാഷ സൂക്ഷ്മമായി ഗ്രഹിച്ചാൽ അയാൾക്കുള്ള ആവശ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വിശപ്പിനുള്ള വക അയാൾക്ക് കൊടുക്കുന്നു. ആ കണ്ണിലെ നന്ദി പ്രകാശം നാം കാണുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് സംതൃപ്തിയും സന്തോഷവും കൊണ്ട് നിറയുകയും ഒരു പ്രത്യേക ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യവഹാരത്തിലും നാം സൂക്ഷ്മഗ്രാഹ്യം നടത്തുമ്പോൾ കരുണയോടും കരുതലോടും ഉള്ളടക്കാനുള്ള ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാകും. അപ്പോൾ മാത്രമാണ് ചെറുതായെങ്കിലും നാം കരുവിനോട് അടുക്കുന്നത്. ആ സമയം നമ്മൾ ദുഃഖങ്ങൾ മറക്കുകയും അന്യൻ്റെ ദുഃഖം മനസ്സിലാക്കുകയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന ആത്മീയതയുടെ വെളിച്ചത്തെ ഔന്നത്യത്തിൽ എത്തിക്കാൻ ആത്മോപദേശതകം ഭഗവാൻ എളുപ്പമാക്കി. ഭഗവാൻ നമുക്ക് നൽകിയ വേദവും വേദാന്ത നവനീതവുമാണ് ആത്മോപദേശതകം. അറിയുന്നവൻ്റെ അകത്തും തത്തുല്യമായി പുറത്തും കണ്ടും ചിന്തിച്ചും മറ്റും അറിയാവുന്ന അറിവുകൾക്ക് അതീതമായി പ്രകാശിക്കുന്ന ആത്മസത്തയെ അഥവാ കരുവിനെ അറിയുന്നതിനായിട്ട് നാം നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉള്ളടക്കി ആത്മാഭിമുഖമായിട്ട് ഒട്ടും തന്നെ ധാരമുറിയാതെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സ്വാധ്യായം ചെയ്യണമെന്നാണ് ആദ്യ ശ്ലോകത്തിൽ ഗുരുദേവൻ തെരുതെരെ വണങ്ങി ഓതിടേണം എന്ന് ഉപദേശിക്കുന്നത്. ആത്മോപദേശതകത്തിൻ്റെ ആദ്യ 6 ശ്ലോകങ്ങളിൽ നിർവികൽപ്പമായ സത്യത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുത്തി തരുന്നു. ആത്മോപദേശതകത്തിന് ഗുരുദേവൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു നിഷ്കർഷയുണ്ട്. അതിതാണ്: ആത്മോപദേശതകം ആർക്കും തന്നെ കൊണ്ടു കൊടുക്കേണ്ടതല്ല, അത് മറിച്ച് അത് വന്ന് വാങ്ങേണ്ടതാണ്. കാര്യങ്ങൾ അനേകം, പക്ഷേ കാരണം ഒന്ന് മാത്രം. അതാണ് ശുദ്ധവും അഖണ്ഡവുമായ അറിവ്. സൂര്യ ചന്ദ്രാദി പരമാണു വരെ ഉള്ളതെല്ലാം അനിത്യമാണ്. ഭഗവാന്റെ ദർശനമാല കർമ്മദർശന 6-ാം ശ്ലോകം നമുക്ക് നോക്കാം. ജ്വലതി ജ്വലനോ വായുർവാദി വർഷതി വാരിതഃ ധരാത്മാ സന്ധരതി കൽവേഗോ വഹതി വാഹിനി. ഏകനായ ആത്മാവ് തന്നെയാണ് അഗ്നിയായി ജ്വലിക്കുന്നതും കാറ്റായി വീശുന്നതും മേഘമായി മഴ പെയ്യുന്നതും ഭൂമിയായി താങ്ങിക്കൊണ്ടിരിക്കുന്നതും. ഒരേ പരമാത്മാവ് തന്നെയാണ് പഞ്ചഭൂതാത്മകമായും
പഞ്ചഭൂത വികാരങ്ങളായും കാണപ്പെടുന്ന സർവ വസ്തുക്കളുടെയും രൂപത്തിലും സ്ഥൂലമായിരുന്നു കൊണ്ട് സർവകർമ്മങ്ങളെയും ചെയ്യുന്നതെന്ന് സാരം. എല്ലാ ദിവസവും നമ്മിൽ തന്നെയുള്ള ആന്തരിക ജ്യോതിസിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ മനസ്സിലോർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, നീ തന്നെയാണ് എല്ലാം. കാരുണ്യത്തിൻ്റെ സർവേശ്വര, ഞങ്ങളെ അനുഗ്രഹിച്ച് ഉൾക്കണ്ണ് തുറന്നു തരയണമേ. ഞാനൊരു വ്യക്തിയെന്ന അറിവിന് പകരം എനിക്ക് ഈ സമഷ്ടിയുടെ ദിവ്യമായ അറിവ് തന്ന് അനുഗ്രഹിക്കുമാറാകണേ. എല്ലാ ജീവികളിലും നിന്റെ ചൈതന്യമാണ് ഉള്ളതെന്ന സത്യം എന്നിൽ നിറയ്ക്കണമേ. ഈ പ്രാർത്ഥന എന്നും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഇങ്ങനെ നമ്മുടെ ബോധത്തെ വിവേകപൂർവം നിലനിർത്തിക്കൊണ്ടുവേണം നാം ആത്മോപദേശ ശതകം പഠനം ആരംഭിക്കേണ്ടത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം എന്ന ഭഗവാന്റെ ഉപദേശം നമ്മളിൽ രൂഢമൂലമാവുകയും ഹൃദയം ശുദ്ധമാവുകയും ചെയ്യും. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എനിക്കിവിടെ വിശകലനം ചെയ്യേണ്ട ആത്മോപദേശ ശതകത്തിൻ്റെ 23-ാമത്തെ ശ്ലോകമാണ്. പരോപകാര രഹസ്യം അത് ആദ്യം നമുക്ക് ചിന്തിക്കാം. സ്വതന്ത്രമായ ആത്മസുഖം അനുഭൂതി വിഷയമാകുന്നതോടുകൂടി ശരീരം കൊണ്ട് എന്ത് ക്ലേശവും സഹിക്കാൻ സത്യാന്വേഷകനും ശക്തി ലഭിക്കുന്നു. അങ്ങനെയുള്ള ആൾ എന്തും ത്യജിച്ചും എന്തും സഹിച്ചും അന്യർക്ക് വേണ്ടി പണിയെടുക്കുന്നു. പരനന്മയെ ലാക്കാക്കിക്കൊണ്ടുള്ള ക്ലേശവും ത്യാഗവും ആത്മസത്യം തെളിയിച്ച് അതിരറ്റ ആനന്ദം പ്രദാനം ചെയ്യുമെന്ന് ബോധ്യമായാൽ ആരാണതിന് തുനിയാത്തത്? എന്ത് ക്ലേശവും പരാതി കൂടാതെ സഹിക്കുന്ന സാധനയ്ക്കാണ് വേദാന്തി തിതിക്ഷ എന്ന് പറയുന്നത്. തിതിക്ഷ സത്യാന്വേഷണ മാർഗത്തിലെ കരുത്തുറ്റ സാധനയാണ്. തിതിക്ഷ എന്ന കവചം ധരിച്ച് ധീരനായ സത്യാന്വേഷി സംസാര സമരരംഗത്ത് സകല വിഘ്നങ്ങളെയും ജയിക്കുന്നു. വജ്രാഘാതത്തിന് പോലും തിതിക്ഷയെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ലെന്നാണ് സത്യദർശികളുടെ പ്രഖ്യാപനം. തിതിക്ഷ വശമാക്കിയ ഒരു ആത്മനിഷ്ഠൻ്റെ മുൻപിൽ പ്രകൃതി പോലും തലകുനിച്ച് വഴങ്ങി നിൽക്കും. സത്യാന്വേഷണത്തിൽ കൂടി ലോകസേവനം നടത്തിയിട്ടുള്ള ഏത് മഹാന്റെ ജീവിതവും ഇതിന് ഉദാഹരണമാണ്. തിതിക്ഷ അനന്തമായ ആത്മാനത്തിൻ്റെ കവാടങ്ങളെ തട്ടി തുറക്കുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ ത്യാഗത്തിന് പ്രഥമ സ്ഥാനം നൽകിയത്. മഹത്തുക്കളായ അത്തരം ത്യാഗികളെയും സ്വാർത്ഥതയിൽ കുടുങ്ങി ക്ലേശിച്ച് ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന അജ്ഞരെയും താരതമ്യപ്പെടുത്തുന്ന ശ്ലോകമാണ് ആത്മോപദേശ ശതകത്തിലെ 23-ാം ശ്ലോകം. അത് ഇതാണ്: അപരനു വേണ്ടിയ ഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അന്യനു വേണ്ടി പകലും രാത്രിയും സദാ നല്ല കാര്യം സ്വാർത്ഥമോഹം വെടിഞ്ഞ് സത്യദർശിയായ കാരുണ്യമൂർത്തി അനുഷ്ഠിക്കുന്നു. അജ്ഞാനിയായ സ്വാർത്ഥമോഹി ഭേദചിന്ത കൊണ്ട് സങ്കുചിത ഹൃദയനായി രാപ്പകൽ കഷ്ടപ്പെട്ട് നിർവഹിക്കുന്നു. ജീവിതത്തെ തികച്ചും ദുഃഖിപ്പിച്ച് പതിപ്പിക്കുന്ന കർമ്മം സ്വന്തം ഭൗതിക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എന്നത് ആത്മനിഷ്ഠമായ ആനന്ദം അനുഭവിച്ച് ആത്മവത് സർവഭൂതങ്ങളെയും ദർശിക്കുന്ന കാരുണ്യനിധിയായ മഹാനുഭാവനാണ് ഇവിടത്തെ കൃപാലു. സ്വാർത്ഥചിന്ത നിശേഷം ഉപേക്ഷിച്ച് അങ്ങനെയുള്ള മഹാന്മാർ ലോകസംഗ്രഹത്തിന് വേണ്ടി നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്നു. ലോകസംഗ്രഹം മുന്നോട്ട് നീങ്ങും തോറും അവരുടെ പ്രാരബ്ധവാസന ക്ഷയിച്ച് ജീവൻ മുക്തി ദൃഢപ്പെടും. ഇടതടവില്ലാത്ത ആത്മാനന്ദം പെരുകി വരികയും അങ്ങനെ ധന്യമായി തീരുന്നു.
തീർന്ന് തീർന്ന് എന്നനുഭവിച്ച് അവരുടെ ജീവിതം പൂർണ്ണ വിജയത്തിലെത്തുന്നു. ഇങ്ങനെയുള്ള കൃപാലുക്കളെക്കുറിച്ച് വിവേക ചൂടാമണിയിൽ ശങ്കര ഭഗവത്പാദർ പറയുന്നത് നോക്കുക. ശാന്താമഹാന്തോ നിവസന്തി സന്തോ വസന്തവല്ലോകഹിതം ചരന്തഃ തീർണാഃ സ്വയം ഭീമ ഭവാർണവം ജനാനഹേതു ജ്ഞാന്യാനപിതാരയന്തഃ. സത്യനിഷ്ഠരും ശാന്തരുമായ മഹാത്മാക്കൾ ലോകഹിതം ലക്ഷ്യമാക്കി വസന്തമെന്ന പോലെ സദാ പെരുമാറുന്നു. പരൻ്റെ നന്മതിന്മകളെ വകവയ്ക്കാതെ അവനെ സത്യത്തോടടുപ്പിക്കാൻ യത്നിക്കുന്നുവെന്നു താൽപ്പര്യം. അവർ സ്വയം ഭീമമായ സംസാര സമുദ്രം കടന്നവരാണ്. യാതൊരു സ്വാർത്ഥ താല്പര്യവും കൂടാതെ മറ്റുള്ളവരെ കടത്തിവിടാനും യത്നിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയുള്ളൊരു ലോകസേവകനായിരുന്നുവെന്നും നാം മനസ്സിലാക്കണം. അപജയകർമ്മം അവനു വേണ്ടി മാത്രം. ഉത്തമ സത്യത്തെ നോക്കിക്കാണാതെ അധമങ്ങളായ ബാഹ്യ വിഷയങ്ങളെ മാത്രം സുഖത്തിനായി ആശ്രയിക്കുന്നവനാണ് അധോമുഖനായ കൃപണൻ. അവന് സ്വാർത്ഥം മാത്രമേ ലക്ഷ്യമായുള്ളൂ. അവൻ്റെ കർമ്മങ്ങൾ അവനെ ജീവിതത്തിൽ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നു. സുഖിക്കാനാണല്ലോ ജഡവിഷയങ്ങളെ ആശ്രയിക്കുന്നത്. അവ നിമിത്തം കാര്യമായ സുഖമൊന്നും കിട്ടില്ലെന്നു മാത്രമല്ല, ദുഃഖം പെരുകുകയും ചെയ്യുന്നു. ഇതാണ് അവൻ്റെ ഒന്നാമത്തെ പരാജയം. ഒടുവിൽ നേടിയ സുഖസാമഗ്രികളും സമ്പത്തുമെല്ലാം കൈവിട്ട് ദയനീയമായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വരുന്നു. ഇതാണ് രണ്ടാമത്തെ പരാജയം. ഇവിടെ നിന്ന് പോയാലും ഗതിയില്ല. സ്വാർത്ഥമോഹ നിമിത്തം മലിന സങ്കല്പങ്ങളിലൂടെ സഞ്ചയിച്ച് ദുർവാസനകൾ ആസുരമായ അനന്തര ജന്മത്തിന് വഴിതെളിക്കുന്നു. ഇതാണ് അതിദയനീയമായ മൂന്നാമത്തെ പരാജയം. ഇങ്ങനെ സ്വാർത്ഥമോഹിയായ കൃപണൻ്റെ കർമ്മങ്ങൾ അവൻ്റെ ജീവിതത്തെ ഇഹത്തിലും പരത്തിലും പരാജയപ്പെടുത്തുന്നു. ബോധം ഉൾക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്നതാണ് ശാശ്വതമായ ഏക വഴി. സുഖത്തിനു വേണ്ടി നാം ബാഹ്യവസ്തുക്കളിൽ അലയുന്നു. എന്നാൽ യഥാർത്ഥ സുഖം ഇരിക്കുന്നത് ആത്മബോധത്തിലാണ് എന്ന ഗുരുവിൻ്റെ ജ്ഞാനോപദേശം നമുക്കേവർക്കും സ്വായത്തമാക്കാൻ മഹാഗുരു കാരുണ്യപൂർവ്വം നമുക്ക് തന്ന ആത്മോപദേശ ശതകം മനനം ചെയ്ത് ജീവിതം ധന്യമാക്കാം. ശ്രീനാരായണ യുഗപ്രഭാവത്തിൽ ലോകം മുഴുവൻ സ്നേഹത്തിലും സമാധാനത്തിലും സമൃദ്ധിയിലും ആനന്ദത്തിലും ആറാടട്ടെ. മഹാഗുരു പ്രപഞ്ചലീനമായ ചൈതന്യമായി പരിണമിച്ച് മഹാനിർവാണം പൂകിയെങ്കിലും ഭഗവാൻ പ്രവചിച്ചതുപോലെ ഗുരുദേവൻ എവിടെയും പോയിട്ടില്ല, നമ്മോടൊപ്പമുണ്ട്. അനുകമ്പയോടെ മനസ്സംയമനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമുക്കേവർക്കും ഭഗവാനെ കാണാനാകും. ഗുരുദേവ അനുഗ്രഹം എല്ലാവരിലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വിവരണം നിർത്തട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്തേ. ശ്രീനാരായണ ഗുരുധർമ്മം വിജയിക്കട്ടെ. കാണുന്നു കണ്ണിഹ തുറക്കിലടക്കിലന്ധർ താനുള്ളിൽ മേവുമറിവിങ്ങുവരായിക്കയാലേ ജ്ഞാനം പുറത്തു തനിയേ വരികില്ല. കണ്ണു വേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ. ഓം തത്സത്.